അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് എങ്ങനെ ഒരു ബോഡി മസിൽ അല്ലെങ്കിൽ ഒരു ബോഡി സെറ്റ് ചെയ്തെടുക്കാം, മസിൽ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളത് ജിമ്മിൽ പോയി ആത്മാർത്ഥമായിട്ട് മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക മാത്രം മതി. നിങ്ങൾക്ക് നല്ലൊരു ബോഡി സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ മെഡിസിനോ അങ്ങനെ സ്റ്റിറോയിഡ്സോ അങ്ങനെ ഒരു പ്രോഡക്റ്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബോഡി നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേര് ജിമ്മിൽ പോകുന്ന ആൾക്കാർ ജിമ്മിൽ പോയി പിറ്റേന്ന് തന്നെ അവർ പ്രോട്ടീൻ പൗഡറിനെ പറ്റിയും അല്ലെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെന്റിനെ പറ്റിയൊക്കെ ട്രെയിനർ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എടുക്കണോ വേണ്ടെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. ഈ സപ്ലിമെന്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബോഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഫിറ്റ് ആയിട്ടുള്ളൊരു ഫിറ്റ്നസ് ബോഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളിലും ഇപ്പം കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരാണ് ബോഡി ബിൽഡിങ് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു മേഖലയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് കുറച്ച് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. എന്നിരുന്നാൽ തന്നെ അവരൊരു വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോഡി നമുക്കും കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് 2 വർഷം കഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ 3 വർഷം പോട്ടെ ഒരു 5 വർഷം കഷ്ടപ്പെടുവാണെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ എന്നും നിലനിൽക്കുന്ന ഒരു ബോഡി നമുക്ക് ഒരു ഫിറ്റ്നസ് പരമായിട്ടൊരു നല്ലൊരു ഫിറ്റ് ആയിട്ടുള്ളൊരു ബോഡി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന്. അപ്പം നിങ്ങൾ ആദ്യമേ ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു 2 മാസം 3 മാസം അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും നിങ്ങൾ എന്താണ് ജിമ്മ് അല്ലെങ്കിൽ വർക്കൗട്ട് കാര്യങ്ങൾ പ്രോഗ്രാമുകൾ ഏതൊക്കെ വർക്കൗട്ടുകളുണ്ട്, ഏതൊക്കെ പാർട്സിന് വർക്കൗട്ടുകൾ ചെയ്യണം, എങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യണം, ഏതൊക്കെ ടൈമിൽ റെസ്റ്റ് എടുക്കണം, ഏതൊക്കെ ആഹാരങ്ങൾ കഴിക്കണം, നിങ്ങൾ ആദ്യം അതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ജിമ്മിൽ പോകുന്ന ഒരാൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. എന്നിട്ട് വേണം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പം നാച്ചുറലായിട്ടൊരു ബോഡി നല്ലൊരു ബോഡി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജിമ്മിലോട്ട് ചെന്ന് ജോയിൻ ചെയ്ത ഉടനെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾ പ്രീ പ്ലാനിങ് ആയിട്ട് നിങ്ങൾ ചെയ്തു വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇനി അങ്ങോട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് അത് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു ചേഞ്ച് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹിച്ച് വേണം നിങ്ങൾ ജിമ്മിൽ പോകാൻ. ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്തു വെക്കണം. ഞാൻ കഴിക്കേണ്ട ആഹാരങ്ങൾ, ഞാൻ ഇനി അങ്ങോട്ടുള്ള എൻ്റെ കുറച്ച് ദിനചര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയെടുക്കണമെന്നൊരു ആദ്യം ഒരു മനസ്സിലൊരു പ്രീ പ്ലാനിങ് എല്ലാം ചെയ്ത് മനസ്സ് സെറ്റാക്കിയിട്ടാണ് നിങ്ങൾ ജിമ്മിൽ പോകാൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ ചെന്നിട്ട് നിങ്ങളൊരു ട്രെയിനർ എടുത്ത് ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഡയറക്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ കണക്കുള്ള സപ്ലിമെന്റ്സിലോ കാര്യങ്ങളിലോ നിങ്ങൾ പോകാതിരിക്കുക. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോയി പിറ്റേന്ന് തന്നെ ട്രെയിനർ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏത് സപ്ലിമെന്റ് ആണ്, ഏത് പ്രോട്ടീനാണ്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെ ക്രിയേറ്റിനാണ്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, മേടിച്ചു എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ആദ്യം 1 മാസം നിങ്ങൾ അല്ലെങ്കിൽ 2 മാസം 3 മാസം 6 മാസമെങ്കിലും നിങ്ങൾ ജിമ്മിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ആദ്യം നോക്കുക, ശ്രമിക്കുക. ചിലർ ഒരാഴ്ച കൊണ്ടൊക്കെ ഈ ആവേശം കൊണ്ട് ജിമ്മിലൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരാഴ്ച കൊണ്ടൊക്കെ ഇപ്പം പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്, അവിടെ പോയിട്ട് വരുന്നുണ്ട്, ഈ 5 മണിയാകുമ്പോൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ രാവിലെ പോകുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ഇത് നോക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പം അവരിവിടെ വന്ന് കുറച്ച് ആടായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഈ പറയുന്നുള്ള ഇതൊക്കെ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അതിന്റെ കഷ്ടപ്പാട് അവർക്ക് അറിയത്തില്ല. ഈ പറയുന്ന ഒരുപാട് പേര് നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ജിമ്മ് അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നത് പോലെയാണോ അകത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളൊരു 5 കിലോയുടെ ഒരു ഡമ്പല് തന്നെ ഒരു 3 സെറ്റ് ഒരു 10 റെപ്പ് വെച്ച് അടിക്കുമ്പോൾ തന്നെ ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് അത് ഒരു 5 കിലോ തന്നെ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. നോർമലി അവർ പുറത്തുനിന്നൊക്കെ ഒരു 10-15 കിലോ വെയിറ്റ് ഒക്കെ എടുക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ അവർ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു 5 kg ഡമ്പൽ പോലും അവരെ കൊണ്ട് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ വന്നിട്ട് ട്രെയിനർ എടുത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ എന്തൊക്കെ വർക്കൗട്ട് ആദ്യം എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ വർക്കൗട്ട് അതുപോലെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന പോലെ റീൽസ് കണ്ടും മറ്റുള്ള വീഡിയോസ് ഒന്നും കണ്ട് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ വീഡിയോസ് കണ്ട് നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഒരു കാരണവശാലും നിങ്ങൾ ഫോളോ ചെയ്യരുത്. അവരൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ മെഡിസിനും കാര്യങ്ങളും സപ്ലിമെന്റ്സും കാര്യങ്ങളും ഉപയോഗിച്ച് ആ ഒരു പ്രൊഫഷണൽ മേഖലയിൽ നിന്നിട്ട് ചെയ്യുന്ന
വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് ജിമ്മിലൊക്കെ പോയിട്ട് പല വെറൈറ്റി വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഫാൻസി വർക്കൗട്ടുകളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒരു ബിഗിനറായിട്ട് ഒരാളായിരിക്കും നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചെടുക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും ജിമ്മിൽ എന്തൊക്കെ ഐറ്റങ്ങളുണ്ട്, എന്തൊക്കെ ഐറ്റങ്ങൾ, ഏതൊക്കെ മെഷീൻസ്, ഏതൊക്കെ പാർട്സിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഡംബിൾ തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എപ്പോഴും ജിമ്മിൽ പോയി ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചോദിച്ചപ്പോഴും ജിമ്മിൽ എത്ര വെയിറ്റ് വരെ സ്റ്റാർട്ടിങ് എത്ര, അല്ലെങ്കിൽ എത്ര വെയിറ്റ് വരെ ഉണ്ടെന്നൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അങ്ങനെ ഓരോ മെഷീൻസിന്റെ പേര് അറിയത്തില്ല, അപ്പം വർക്കൗട്ടിന്റെ പേര് അറിയത്തില്ല. അങ്ങനെ അറിയാത്തതായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ട്രെയിനറെ അടുത്ത് ചോദിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുക. പഠിച്ചെടുത്ത ശേഷം നിങ്ങൾ സ്റ്റെപ്പ് ഒരു 1 by 1 ആയിട്ട് നിങ്ങൾ തുടങ്ങുക. അപ്പം നിങ്ങൾ വർക്കൗട്ടിന്റെ രീതി ആദ്യം മനസ്സിലാക്കുക. അപ്പം ഒരു ദിവസം എത്ര വർക്കൗട്ട് ചെയ്യണം, അല്ലെ ഒരു ബിഗിനിങ് ടൈമിൽ ഒരാഴ്ച നമ്മൾ എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ പാർട്സിനാണ് ട്രെയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് 1 മാസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വർക്കൗട്ടിന്റെ ഒരു പ്രോഗ്രാം നിങ്ങളെ ട്രെയിനറെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനറെ അടുത്ത് ചോദിച്ച് ട്രെയിനർ കാണിച്ചു തരുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ആ വർക്കൗട്ട് എങ്ങനെ, ഇന്ന വർക്കൗട്ട് എങ്ങനെയാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസും കാര്യങ്ങളും പിടികിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പറായിട്ട് നിലവിൽ നിങ്ങൾ എങ്ങനെയാണോ കഴിച്ചുകൊണ്ടിരുന്നത്, ജിമ്മിൽ നിങ്ങളൊരു വർക്കൗട്ടൊക്കെ തുടങ്ങി നല്ലൊരു ബോഡി, നിങ്ങൾക്ക് നാച്ചുറലായിട്ടൊരു ബോഡി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കേണ്ട ഫുഡിൽ നിങ്ങൾ മാറ്റം വരുത്തുക. ഇപ്പം നിങ്ങൾ ജിമ്മിലൊക്കെ പോയി എനിക്ക് നല്ലൊരു ബോഡിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരം, ഈ പറഞ്ഞ പോലെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം വെളിയിൽ നിന്നൊക്കെ പോയി ഫ്രൈ ഐറ്റങ്ങൾ, ഇപ്പം പൊരിച്ചതും വറുത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഓയിലടങ്ങിയിട്ടുള്ള ആഹാരം, അപ്പം അങ്ങനെയുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കും. അപ്പം വേണ്ടപ്പോൾ നിങ്ങൾ ട്രെയിനറടുത്ത് ചോദിച്ചാൽ അറിയും. അപ്പം ട്രെയിനർ പറഞ്ഞു തരും എന്തൊക്കെ ആഹാരം മാറ്റി നിർത്തണം, എന്തൊക്കെ ആഹാരം മാറ്റി നിർത്തരുത് എന്നൊക്കെ ട്രെയിനർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ മാറ്റി നിർത്തണം, എന്തൊക്കെ എടുക്കണമെന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ രണ്ടാമത്തെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡിൽ മാറ്റം വരുത്തുക. നിങ്ങൾ കഴിക്കേണ്ട നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരവും, അതുപോലെ നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരവും, നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരവും നിങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പം നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യം വർക്കൗട്ട് സെറ്റ് ചെയ്യുക, നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആഹാരത്തിൽ നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഇപ്പം പ്രോട്ടീൻ പൗഡറുകളൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നാച്ചുറലായിട്ട് എനിക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മളൊരു കാര്യം തീരുമാനിക്കും. എനിക്കിപ്പോൾ നാച്ചുറലായിട്ട് ഒരു ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, അപ്പം എനിക്ക് കുറച്ച് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഉപയോഗിച്ചേ പറ്റും. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അപ്പം എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. അപ്പം ജിമ്മിൽ പോയി ഒരു 10 കിലോ വെയിറ്റ് ഒക്കെ എടുത്ത് ഒരു 3 സെറ്റും അല്ലെങ്കിൽ ഒരു 10 റെപ്പും വെച്ച് അടിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ സപ്ലിമെന്റ്സിലോട്ടൊക്കെ പോണത്. അപ്പം നിങ്ങൾക്ക് നാച്ചുറലായിട്ടൊരു ബോഡി സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ലൊരു വർക്കൗട്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പം കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് മസിൽ ഇപ്പം ഈ പറഞ്ഞുള്ള സപ്ലിമെന്റ്സ് എടുത്താലും നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ബോഡി വാർത്തെടുക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ എടുക്കുന്ന ഒരു ബോഡി നമ്മളെ ഒരു നിലനിൽപ്പുണ്ടായിരിക്കത്തില്ല. നാച്ചുറലായിട്ട് നമ്മൾ വാർത്തെടുക്കുന്ന ഒരു ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിലനിൽപ്പ് അതിലുണ്ടാവും. ഇപ്പം എപ്പോഴും നമ്മളെ കൂടെ ആ ബോഡി, ആ ഒരു ഫിറ്റ്നസ് നമ്മളെ കൂടെ നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിസിനോ കാര്യങ്ങളോ എടുത്തുണ്ടാക്കിയ ഒരു ബോഡി നമ്മളെ കൂടെ എപ്പോഴും കാണണമെന്നില്ല. ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു കൂടി പോയ 8 മാസം അതിൽ കൂടുതലൊന്നും ആ ബോഡി നമ്മളെ എത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലും ആ ബോഡി നമ്മളെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് നിങ്ങൾ മാക്സിമം പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം തന്നെ നമ്മൾ ഈ മേടിച്ച് കഴിക്കുന്ന സപ്ലിമെന്റിനകത്ത് ഒരു സ്കൂപ്പിനകത്ത് 25 ഗ്രാം പ്രോട്ടീനെ കാണും. അല്ലെങ്കിൽ ഏത് സാധനം എടുത്താലും, ഇപ്പോൾ ക്രിയാറ്റിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫുഡുകൾ ഒരുപാടുണ്ട്. അപ്പം ഇപ്പോൾ ക്രിയാറ്റിൻ അടങ്ങിയിട്ടുള്ള ഫുഡുണ്ട്. ഇപ്പം അതുപോലെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുന്ന ഒരുപാട് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറേ ഐറ്റങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നിങ്ങളൊരു പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബോഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഫിറ്റ്നസ് ബോഡി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം.
ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ എന്നിട്ടും ജിമ്മിൽ പോയി കഷ്ടപ്പെടാൻ കുറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മെന്ന് വെച്ചാൽ കുറെ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഒരു സംഭവമാണ് നല്ലൊരു ബോഡി, നല്ലൊരു ഫിറ്റ്നസ് ബോഡി. ഇപ്പം ജിമ്മിൽ പോയി കഷ്ടപ്പെടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ മെഡിസിന്റെ പുറമെ സപ്ലിമെന്റിന്റെ പുറമെ പോയിട്ട് ഒരു അൺനാച്ചുറൽ ബോഡി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് അതിനൊരു ബെനിഫിറ്റും ഉണ്ട്. ഇപ്പം എന്റെ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ എന്നെ കുറ്റം പറയുമായിരിക്കും, ഞാൻ ചിലപ്പം സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് ഒരു ബോഡി ഉണ്ടാക്കിയെടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മളിപ്പം എടുക്കേണ്ടതായിട്ടുള്ള ചില സമയത്ത് നമ്മളിപ്പം കോമ്പറ്റീഷൻ സമയത്ത് ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല, ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അത് ആ ഒരു പ്രൊഫഷണലായിട്ട് പോകണമെങ്കിൽ മാത്രമേ നമ്മൾ അതിന്റെ കൂടെ ഫോളോ ചെയ്ത് പോകും. അല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് ഇപ്പം മറ്റുള്ള പരിപാടികളൊന്നും ഇല്ലാതെ കോമ്പറ്റീഷൻ ഒന്നും പോവാതെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ സപ്ലിമെന്റ്സിന്റെ ഒന്നും പുറകെ നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പം ഞാനങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പോകുന്ന ടൈമിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ എന്നിട്ടാൽ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഇതിന്റെ പുറകെ ഒന്നും പോകല്. സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ, സ്റ്റിറോയിഡ് ആയിക്കോട്ടെ, അതിന്റെ ഒന്നും പുറകെ നിങ്ങൾ പോകാൻ നിൽക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള സപ്ലിമെന്റ്സിന്റെ പുറകെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിസിന്റെ പുറകെയോ സ്റ്റിറോയിഡിന്റെ പുറകെയോ നിങ്ങൾ ഒരു പ്രൊഫഷണലാക്കി എടുക്കാതെ നിങ്ങൾ പോകാൻ നിൽക്കരുത്. ഇപ്പം പ്രൊഫഷണലാക്കി എടുത്താൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ഷമ, ഇപ്പം ഒന്നാമത് കോമ്പറ്റീഷനും കാര്യങ്ങൾക്കൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ആൾക്കാർ പെട്ടെന്നുള്ളൊരു ഇത് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം പെട്ടെന്ന് ബോഡി ബിൽഡ് ചെയ്ത് അതൊരു ഷോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ഇത് തിരഞ്ഞെടുക്കുന്ന എളുപ്പവഴി തിരഞ്ഞെടുക്കുന്ന വെച്ചാൽ അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. സാധാരണപ്പെട്ട ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും അതിലോട്ട് പോലെ ടൈം എടുത്ത് നിങ്ങൾക്ക് നല്ലൊരു ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ, നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈം എടുത്താലും കുറച്ച് കഷ്ടപ്പെട്ടാലും നിങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ട് എന്നെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പം ഒരുപാട് പേര് ഇപ്പം ക്രിയാറ്റിനൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം ക്രിയാറ്റിൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ക്രിയാറ്റിൻ ആയിക്കോട്ടെ, പ്രീ വർക്കൗട്ട് ആയിക്കോട്ടെ, ഒരുപാട് പേര് എടുക്കുന്നവരുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങൾക്ക് എനർജി ഇല്ല, ഒട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എനർജി വേണം കുറച്ചുകൂടെ, അങ്ങനെ ഒട്ടും നിങ്ങളെ കൊണ്ട് പറ്റാതെ വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രീ വർക്കൗട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്രിയാറ്റിനോ എടുക്കുക. അതിപ്പോൾ എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു കാരണവശാലും ഡയറക്റ്റ് ചെന്ന് എടുക്കല്. ക്രിയാറ്റിൻ എടുക്കുന്നതിന് മുമ്പേ ക്രിയാറ്റിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇപ്പം റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം അതൊക്കെ ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയി എടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രീ വർക്കൗട്ട് ആയാലും ശരി തന്നെ നിങ്ങൾ ഒട്ടും എനർജി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ അതിലോട്ട് പോവാം. അപ്പം നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ നിങ്ങൾ വർക്കൗട്ടിന്റെ പ്രോഗ്രാം നിങ്ങൾ നല്ലൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യുക. കറക്റ്റ് പ്രോപ്പർ ഫോമിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ റെസ്റ്റ്, ഇപ്പം വർക്കൗട്ടിന്റെ ടൈമിലുള്ള റെസ്റ്റ് നിങ്ങൾക്ക് വർക്കൗട്ട് ഇപ്പം ആഴ്ചയിൽ നിങ്ങൾ എല്ലാ ദിവസവും പോയി വർക്കൗട്ട് ചെയ്യല്. അപ്പം ഹാർഡായിട്ട് ഹെവി ആയിട്ടൊന്നും ചെയ്യരുത്. അപ്പൊ അതിന്റെ ടൈം ഇടയ്ക്ക് നിങ്ങൾ റെസ്റ്റും കൂടെ കൊടുക്കുക. ബോഡിക്ക് നല്ല പ്രോപ്പർ റെസ്റ്റ് വേണം. ഒരു 7 to 8 hour എങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. പിന്നെ എങ്കിൽ മാത്രമേ നമ്മളെ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ ആയാലും ഇപ്പം നമ്മൾ ഗ്രോത്ത് ഹോർമോൺ ആയാലും അതിന്റെ ഒരു ഇൻക്രീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ബോഡി സെറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ഫോളോ അപ്പ് ചെയ്യുക. വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ നല്ല ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുക്കുക. ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ട് നല്ല റെസ്റ്റ് കൊടുത്തിരിക്കണം. നിങ്ങൾ എല്ലാ ദിവസവും പോയി വാരി വലിച്ചിട്ട് നിങ്ങൾ വാരി വലിച്ചിട്ട് വർക്കൗട്ട് ചെയ്യരുത്. ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ട് റെസ്റ്റ് കൊടുത്തിരിക്കണം. റെസ്റ്റ് ഇല്ലാതെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. റെസ്റ്റ് ഇല്ലാതെയൊക്കെ ഒരുപാട് ഹെവി ആയിട്ട് ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഹെവി ആയിട്ടൊക്കെ കുറച്ച് ഹാർഡായിട്ടൊക്കെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്താൽ എനിക്ക് കുറച്ച് ബോഡി മസിലൊക്കെ ബിൽഡ് ചെയ്യാം, മസിലൊക്കെ കുറച്ച് സെറ്റപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഇല്ല, അവരെ ഉള്ളതും കൂടെ വീക്കായി പോകത്തേ ഉള്ളൂ, ഉള്ള ബോഡിയും കൂടെ വീക്കായി പോകത്തേ ഉള്ളൂ. അപ്പം റെസ്റ്റ് ഒരു മെയിൻ ഘടകമാണ്. അതുപോലെ വർക്കൗട്ട് കറക്റ്റ് ഫോമിൽ മാത്രം നിങ്ങൾ ചെയ്യുക. പിന്നെ കഴിക്കുന്ന ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഫുഡും ഈ പറഞ്ഞ പോലെ കുറച്ച് നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡും ഈ പറഞ്ഞ പോലെ നല്ല ഫാറ്റ് അടങ്ങിയ ഫുഡ് നിങ്ങളെ ഫുഡിൽ തിരഞ്ഞെടുക്കുക. ഇതെല്ലാം കൂടെ ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബോഡി സെറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം ഇതറിയാത്ത നിങ്ങളെ ജിമ്മിൽ പോകുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ മെഡിസിൻ്റെ പുറകെ അല്ലെങ്കിൽ മറ്റുള്ള കെമിക്കലായിട്ടുള്ള സപ്ലിമെന്റ്സിന്റെ പുറകെ പോകരുത്. ഒരുപാട് സപ്ലിമെന്റ്സ് മാർക്കറ്റിൽ കിട്ടും മസിൽ ബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് തുച്ഛമായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് കിട്ടും. ചിലപ്പോൾ 2 മാസം 3 മാസം എടുത്തിട്ട് ഒരു മാസം ചിലപ്പോൾ 2 മാസം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അതൊക്കെ ഒരു നാച്ചുറലായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്കൊരു നിലനിൽക്കുന്ന ഒരു ബോഡി ആയിരിക്കത്തില്ല അതിലൂടെ കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ സൈഡ് എഫക്റ്റും കിട്ടും. അപ്പം നിങ്ങളൊരു നാച്ചുറലായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബോഡി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവുക.
അപ്പം വീഡിയോ നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ജിമ്മിൽ ചെന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടിട്ട് ഒരുപാട് സപ്ലിമെന്റ്സ് എടുക്കുന്ന പിള്ളേരുണ്ട്. അതിന്റെ പുറകെ പോകുന്ന ഒരുപാട് ചെറുക്കന്മാരുണ്ട്, ഒരുപാട് പിള്ളേരുണ്ട്. അവർക്കൊന്നും ഇത് അറിയത്തില്ല. അപ്പൊ അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതൊക്കെ പ്രൊഫഷണലായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതിന്റെ മെഡിസിനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സപ്ലിമെന്റ്സിന്റെയും പിറകെ പോകുന്ന ആൾക്കാർ. സാധാരണപ്പെട്ട ആൾക്കാരൊന്നും ഇതിന്റെ പുറകെ പോകത്തില്ല. അവർ നാച്ചുറലായിട്ട് നല്ലൊരു ബോഡി അവർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ഇല്ലാതാണ് അവർ പോകുന്നത്. അപ്പം ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബോഡി, കുറച്ചൊന്ന് സമയം എടുത്താലും നല്ലൊരു ബോഡി സെറ്റ് ചെയ്തെടുക്കാം. അപ്പം വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.